നമസ്കാരം. അക്രമാസക്തമായ അട്ടിമറിയിലൂടെ ബംഗ്ലാദേശിലെ അധികാരത്തിലെത്തിയ മുഹമ്മദ് യൂനുസിന് അപകടമണി മുഴങ്ങുന്നു. അമേരിക്കയിലെ അധികാരമാറ്റത്തിനു ശേഷമാണ് മുഹമ്മദ് യൂനുസിന്റെ ഭാവിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ചയാകട്ടെ യൂനുസിന്റെ അവസാന ആണിയാകുമെന്നാണ് സൂചന. അതിനാൽ ഇന്ത്യയെ തകർക്കാൻ ആഗ്രഹിച്ച മുഹമ്മദ് യൂനുസിന്റെ ഭാവി ഇപ്പോൾ ഇന്ത്യയുടെ കൈകളിലാണെന്ന് പറയാം. ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പുതിയ US പ്രസിഡന്റ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് നീക്കി മുഹമ്മദ് യൂനുസിന് കൈമാറിയതിന് പിന്നിൽ അമേരിക്കൻ ഏജൻസികളാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അട്ടിമറിക്ക് മുമ്പ് ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ നിഷേധാത്മകമായി അവതരിപ്പിക്കുന്നതിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് തന്നെ അവരുടെ അടുത്ത അനുയായികളിൽ പലർക്കും മേൽ US ഏജൻസികൾ ഉപരോധവും ഏർപ്പെടുത്തിയിരുന്നു. അമേരിക്ക തന്റെ മേൽ തുടർച്ചയായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന് ഷെയ്ഖ് ഹസീന തന്നെ തുറന്നു പറയുകയും ചെയ്തിരുന്നു. അമേരിക്കൻ ഏജൻസികളായ USAID, NED എന്നിവയും ബംഗ്ലാദേശിന് ഇതിനായി പ്രത്യേക പരിപാടികൾ നടത്തി. എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ തന്റെ ഡീപ് സ്റ്റേറ്റിന് ഇനിയൊരു പങ്കുമില്ലെന്ന് പ്രധാനമന്ത്രി മോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും മുഹമ്മദ് യൂനുസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയാണ്. അതേസമയം മുഹമ്മദ് യൂനുസിന് നേരിട്ട രണ്ടാമത്തെ വലിയ തിരിച്ചടി അമേരിക്കയിൽ നിന്നുള്ള സഹായം നിർത്തലാക്കിയതാണ്. ട്രംപ് ഭരണകൂടം USAID അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഇതോടെ സഹായം നിർത്താൻ ഇത് ശരിയായ സമയമല്ലെന്ന് പറഞ്ഞ് മുഹമ്മദ് യൂനുസും രംഗത്തെത്തിയിരുന്നു. മോദി ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ ആരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും വ്യക്തമായിട്ടുണ്ട്. ബംഗ്ലാദേശിനെ സംബന്ധിച്ച തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ബംഗ്ലാദേശ് വിഷയം മോദിയുടെ കൈകളിൽ വിടാൻ US പ്രസിഡന്റ് തീരുമാനിച്ചത് മോദിയുടെ നയതന്ത്ര ശക്തിയെയാണ് വെളിവാക്കുന്നതും. ഇതോടൊപ്പം പ്രധാനമന്ത്രി മോദിക്കും ട്രംപിനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴവും ഇതെടുത്തു കാണിക്കുന്നുണ്ട്. US സഹായം നിർത്തിയതോടെ ബംഗ്ലാദേശിന് ഇപ്പോൾ ഇന്ത്യയല്ലാതെ മറ്റു മാർഗമില്ലാത്ത അവസ്ഥയാണ്. ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള പാത മുഹമ്മദ് യൂനുസ് സ്വീകരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവി പോലും ചോദ്യചിഹ്നമാകും. അതേസമയം ഇനി തങ്ങളുടെ ഭാവി ഇന്ത്യയുടെ കൈകളിലാണെന്ന് മനസ്സിലാക്കിയതോടെ ബംഗ്ലാദേശ് അനുനയവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹീദ് ഹുസൈൻ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ബിംസ്റ്റോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് കൂടിക്കാഴ്ചയിൽ വിഷയമായത്. ജയശങ്കർ തന്നെയാണ് എക്സ് പോസ്റ്റിലൂടെ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. അടുത്തിടെ ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി നയതന്ത്ര ബന്ധത്തിൽ ഉണ്ടായ ഉലച്ചിലിന്റെ പശ്ചാത്തലത്തിൽ വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ച കൂടിയാണിത്. ഉഭയകക്ഷി ബന്ധം കൂടുതൽ വഷളാകാതിരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഒമാനിൽ നടക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഹുസൈൻ ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് വിലയിരുത്തൽ. നേരത്തെ വിവിധ വിഷയങ്ങളുടെ സ്വാധീന ഫലമായി അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണിരുന്നു. കൂടാതെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നടന്ന വൻ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് രാജ്യം വിടാൻ നിർബന്ധിതയായ ഷെയ്ഖ് ഹസീനയെ സ്വീകരിച്ച ശേഷം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു. ഹസീനയെ എത്രയും പെട്ടെന്ന് കൈമാറണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് നിരന്തരം സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഇന്ത്യ അതിന് വഴങ്ങിയിരുന്നില്ല. ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശിലെ താൽക്കാലിക മന്ത്രിസഭയുടെ തലപ്പത്ത് വന്നത്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ തുടർന്ന് ബന്ധം കൂടുതൽ വഷളാവുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇരുവരുടെയും കൂടിക്കാഴ്ചയും നടന്നിരിക്കുന്നത്.